ഇഗ്നോ സിലബസ് ഡീകോഡിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് വരുന്നത് MSc FSQM. കാരണം ഇഗ്നോയില് കോഡ്സ് ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാംസിനെയും നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ആഫ്റ്റർ ദിസ് സെഷൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. സോ നാവിഗേറ്റ് ദ സ്ട്രക്ചർ, അതായത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഈ ഒരു പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് കോഴ്സ് ബ്രേക്ക് ഡൗൺ ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ കോഴ്സിന്റെ ഒരു ഹൈറാർക്കി, ഓരോ ലെവലിൽ എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് വിഷ്വലൈസ് ദ വർക്ക് ലോഡ്, അതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, അതിനൊക്കെ എത്രത്തോളം ക്രെഡിറ്റ്സ്, അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ, അതിന് ഓരോ വർക്ക് ലോഡ് എത്രയാണെന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ സബ്ജക്റ്റിന് എത്ര അസൈൻമെന്റ്സ് ഉണ്ട്, അതുപോലെ എത്ര ബ്ലോക്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കരിക്കുലത്തിന്റെ വർക്ക് ലോഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീകോഡ് കോഴ്സ് കോമ്പണൻസ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ്സ്. ഇപ്പൊ ഇഗ്നോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും ഓരോ സബ്ജക്റ്റിനും കോഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ കോഡ്സ് ആയിട്ടുള്ള സബ്ജക്ട്സിന്റെ ഓരോ സ്റ്റഡി ബ്ലോക്സും, അതിലുള്ള തിയറി പേപ്പറിലത്തെ സ്റ്റഡി ബ്ലോക്സും, പിന്നെ പ്രാക്ടിക്കൽസ് ആണെങ്കിലത്തെ അതിലത്തെ എക്സ്പെരിമെന്റ്സും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് നമ്പർ 1 സ്ട്രക്ചർ, അതായത് ഞാൻ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ സിലബസ്, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ സിലബസ് ഹയറാർക്കി. ഞാൻ പറഞ്ഞു ഓരോ ലെവൽസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹയറാർക്കി മീൻസ് ലെവൽസ്. നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്, അതിന് താഴെ കോഴ്സ് ഉണ്ട്, അതിന് താഴെ ബ്ലോക്സ് ഉണ്ട്, അതിന് താഴെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് അതിന്റെ കോഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഓവർവ്യൂ, വിച്ച് മീൻസ് നിങ്ങളുടെ ഫുൾ പ്രോഗ്രാമിന്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ, വിച്ച് മീൻസ് അതിൽ ഓരോ സബ്ജക്റ്റിന് എത്ര ക്രെഡിറ്റ്സ് ഉണ്ട്, ആൻഡ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്നാപ്ഷോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിങ്, അതായത് MVP, MVPI, MVPL, MVP കോഴ്സസിന്റെ, നിങ്ങളുടെ കോഴ്സസിന്റെ ഒരു കോഴ്സ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡീകോഡിങ്ങും നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി സപ്പോർട്ട്, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കുന്ന ലേണിംഗ് റിസോഴ്സസും ടൂൾസും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഹൗ ഇഗ്നോ സിലബൈ ആർ ഓർഗനൈസ്ഡ്, ഞാൻ പറഞ്ഞു ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഒരു സ്ട്രക്ചർ, അതായത് ഒരു സ്ട്രക്ചറൽ ഹയറാർക്കിയിലാണ് നിങ്ങളുടെ ഓരോ പ്രോഗ്രാം, ഇഗ്നോയുടെ ഏത് പ്രോഗ്രാം എടുത്താലും നമുക്ക് ഇതുപോലത്തെ സ്ട്രക്ചറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ ലെവൽസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് പ്രോഗ്രാമിന്റെ താഴെ കോഴ്സ് വരുന്നുണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്ട്സിനെയാണ് കേട്ടോ. ആൻഡ് അതിന്റെ താഴെ ബ്ലോക്സ്, ആൻഡ് ഈ ബ്ലോക്സിന്റെ താഴെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ്, ഞാൻ പറഞ്ഞു ഓരോ കോഡായിട്ടാണ് നമ്മൾ ഇഗ്നോ ഓരോ പ്രോഗ്രാമും അതിന്റെ താഴെയുള്ള കോഴ്സസും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ MVP 001, ഈ MVP എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നമുക്ക് ഓരോ കോഴ്സിനും ഇതുപോലെ ഒരു ലെറ്റേഴ്സ് ആയിട്ട് വരും. ആൻഡ് 0x, അതായത് 3 ഡിജിറ്റ് കോഡ് ആയിട്ടായിരിക്കും ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ തിരിച്ചിട്ടുള്ളത്. 001 ഉണ്ട്. സോ ഈ ഒരു 001 എന്നുള്ളത് കോഴ്സ് നമ്പറും, പിന്നെ MVP എന്നുള്ളത് അതിന്റെ കോഡുമാണ്. സോ ഇപ്പൊ MVPL എന്ന് പറയുന്നത് ലബോറട്ടറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമുക്ക് MVPL എന്നും കൂടെ വരും. അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട് നിങ്ങൾക്ക്, അതിന് MVP 001 എന്നായിരിക്കും വരിക. സോ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി ഒരു കീ ടേംസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് എപ്പോഴും നമ്മൾ ഇനി ഭാവിയിൽ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കീ ടേംസ് ആണ്. സോ ഫസ്റ്റ് ഇസ് കോഴ്സ്. ഫോർ എക്സാമ്പിൾ ഫുഡ് മൈക്രോബയോളജി നിങ്ങൾക്കുള്ള ഒരു കോഴ്സാണ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, നമ്മൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് പറയുന്നതാണ് കോഴ്സ്. ഓക്കെ, ഇപ്പൊ സാധാരണ നമ്മൾ പറയുന്ന കോഴ്സ് ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ എടുത്തിട്ടുള്ളത് ഫുഡ് സേഫ്റ്റി ആണ്. പക്ഷെ അതല്ല, ഇഗ്നോയിൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനെയാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റിനെയാണ്. യൂഷ്വലി ഒരു 4 or 8 ക്രെഡിറ്റ്സ് ആണ്. ക്രെഡിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇനി അതിന്റെ താഴെ വരുന്നതാണ് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു സബ്ജക്റ്റില്
3 to 5 ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആൻഡ് അതിന്റെ താഴെ വരുന്നതാണ് യൂണിറ്റ്. അപ്പോൾ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് 4 യൂണിറ്റ്സ് ആയിരിക്കും ഒരു ബ്ലോക്ക്. ഇപ്പൊ ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 1, 2, 3, 4 ഓർ 5 വരെ വരാം. സോ അങ്ങനെ 3, 4, 5 ബ്ലോക്ക് വരെ നമുക്ക് ഓരോ സബ്ജക്റ്റിലും കാണാൻ പറ്റും. 4 ക്രെഡിറ്റ് വീതമാണ് വരുന്നത്. യൂണിറ്റ് ഞാൻ പറഞ്ഞു ബ്ലോക്കിന്റെ താഴെ യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ചാപ്റ്ററിനെയാണ് അല്ലെങ്കിൽ ടോപ്പിക്കിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 അവർ ഓഫ് ഇതിൽ സ്റ്റഡി എന്ന് മാത്രമല്ല, ഈ 30 അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തിയറി, പ്രാക്ടിക്കൽ, സെൽഫ് സ്റ്റഡി, അതുപോലെ അസൈൻമെന്റ്, പ്രോജക്റ്റ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 അവേഴ്സ് ആണ്. അതായത് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എത്ര ടൈമാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളതാണ് ഇഗ്നോ പറയുന്നത്. ഇനി ഒരു പ്രോഗ്രാം സ്നാപ്ഷോട്ട് ആണ്, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ടോട്ടൽ 8 കോഴ്സസ് ആണ്. 8 കോഴ്സസിൽ അതായത് 8 സബ്ജക്ട്സ് ആണ്. ആൻഡ് അതിൽ നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് കോഴ്സസ് വരുന്നുണ്ട്. തിയറി ടൈപ്പ് വരുന്നുണ്ട്, പ്രാക്ടിക്കൽ ടൈപ്പ് വരുന്നുണ്ട്, ആൻഡ് പ്രോജക്ട് ടൈപ്പ് ഓൾസോ വരുന്നുണ്ട്. ആൻഡ് ടോട്ടൽ 36 ക്രെഡിറ്റ് ആണ്. ഞാൻ പറഞ്ഞു 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 അവേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫുൾ കോഴ്സിന് 36 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇനി തിയറി കോഴ്സസിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് 5 തിയറി കോഴ്സസ് ആണുള്ളത്. സോ MVP 001 ഞാൻ പറഞ്ഞു കോഡായിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ എക്സാം എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ പ്രോഗ്രാം കോഡ് ചോദിക്കും ആൻഡ് കോഴ്സ് ടൈറ്റിലും ചോദിക്കും. അതായത് പേരും ഒരു സബ്ജക്റ്റിന്റെ പേരും കോഡും നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അപ്പൊ കോഡ് നമുക്ക് ഇനിയിപ്പോ നമ്മൾ യൂസ് ചെയ്യുക ചിലപ്പോ അസൈൻമെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് MVP 001 അസൈൻമെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ധാരണ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ MVP 001 എന്ന് പറയുന്നത് ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി 4 ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത്. ഇതൊക്കെ തിയറി പേപ്പർ ആണ്, കോർ സബ്ജക്ട്സ് ആണ്, വിച്ച് മീൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കേണ്ട സബ്ജക്ട്സ് ആണ് കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്, കോർ പേപ്പേഴ്സ്. MVP 002 ഫുഡ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതിനും 4 ക്രെഡിറ്റ്സ് ആണ്. MVP 003 പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് 4 ക്രെഡിറ്റ്സ് തന്നെയാണ്. MVP 004 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് 4 ക്രെഡിറ്റ്സ്. MVP L 001 MVP I ഫുഡ് 001 ഫുഡ് മൈക്രോബയോളജി. ഇങ്ങനെ 5 തിയറി പേപ്പർ നിങ്ങൾക്ക് വരുന്നുണ്ട്. 4 ക്രെഡിറ്റ്സ് ആണ് എല്ലാ 5 പേപ്പറിനും വരുന്നത്. ഇനി അപ്ലൈഡ് കോഴ്സസ്. അപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്ലൈ ചെയ്യേണ്ട പ്രാക്ടിക്കൽസിനെയാണ് അപ്ലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞത്, പ്രാക്ടിക്കൽ ആൻഡ് പ്രോജക്ട് രണ്ടിനെയും. അപ്പോൾ MVPL നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. L എന്നുള്ള ലെറ്റർ വരികയാണെങ്കിൽ അത് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഡിറ്റിംഗ് 4 ക്രെഡിറ്റ് ആണ്. അത് നേച്ചർ എന്താണ്, പ്രാക്ടിക്കൽ കോഴ്സ് ആണ്. MVPL 002 കെമിക്കൽ അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷ്യൂറൻസ് 4 ക്രെഡിറ്റ് ആണ്, പ്രാക്ടിക്കൽ ആണ് ഈ ഒരു പേപ്പർ. ആൻഡ് ഫൈനലി MVP പ്രോജക്റ്റ് ആണ്. P എന്ന് വരുമ്പോൾ പ്രോജക്റ്റ് ആണ്, പ്രോജക്റ്റ് വർക്ക് ആണ്. ക്രെഡിറ്റ് വരുന്നത് 8 ക്രെഡിറ്റ് ആണ്, കുറച്ചധികം ക്രെഡിറ്റ് കൂടുതലുണ്ട്. സോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ക്രെഡിറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ചെലവഴിക്കേണ്ട ടൈമിനെയാണ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അത് വർക്ക് ലോഡ് വിച്ച് ഇൻക്ലൂഡ്സ് നിങ്ങളുടെ തിയറി, നിങ്ങൾ സ്റ്റഡിങ് ടൈം, നിങ്ങളുടെ അസൈൻമെന്റ്സ്, എക്സാം പ്രിപ്പറേഷൻ, ഇതിനെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 അവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ തിയറിക്ക് നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾ, കാരണം തിയറി പേപ്പർ 5 പേപ്പർ ആണുള്ളത്. ആൻഡ് പ്രാക്ടിക്കലിനും പ്രോജക്റ്റിനും 8 ക്രെഡിറ്റ് വീതമാണ് വരുന്നത്. അതായത് തിയറി കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒരു 100% എടുക്കുകയാണെങ്കിൽ 55% നിങ്ങളുടെ തിയറി പേപ്പറിനും ബാക്കി 45% വരുന്നത് നിങ്ങളുടെ പ്രോജക്റ്റ് ആൻഡ് പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇനി നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് കോഡിങ്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്സ് ഉണ്ട്, അതിന്റെ താഴെ യൂണിറ്റ്സ് ഉണ്ട്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഷഫ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓവർ ടു യു ഷഫ്ന മാം. താങ്ക് യു. അപ്പം ഓവറോൾ ഇപ്പൊ ഒരു ഐഡിയ കിട്ടി എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്തൊക്കെയാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഇയറിൽ എത്ര തിയറി പേപ്പർ ഉണ്ട്, എത്ര പ്രാക്ടിക്കൽസ് ഉണ്ട്, ഏതൊക്കെ പ്രൊജക്ട് വർക്ക് നമുക്ക് വരുന്നുണ്ട്, എങ്ങനെയാണ് ഓരോ കോഴ്സസിന്റെയും കോഡ് വരുന്നത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെജിയ മാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, വളരെ നീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള സിലബസ് റീകോർഡിങ്ങിലായിട്ട് പോവാണ്. സോ നമ്മൾ ഓരോ കോഴ്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ വൺസ് അഗെയിൻ നമുക്ക്
അതിനകത്തോട്ട് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഏതാണ്? MVP 001 ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി. നമുക്കറിയാം നമ്മുടെ പേപ്പർ എന്താണ്? ഒരു 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. ഇതിനകത്ത് നമുക്ക് 4 ബ്ലോക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഈ 4 ബ്ലോക്സിൽ നമ്മൾ 17 യൂണിറ്റ്സ് 17 യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്യാനുണ്ട്. ഈ ഒരു ബ്ലോക്കിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓരോ ഫുഡിന്റെയും കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണ്, ഓരോ ഫുഡിനെയും നമ്മൾ എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്യണം, ഏതൊക്കെയാണ് പ്ലാന്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ്സ്, ആനിമൽ സോഴ്സസിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണ്, ഫുഡിലെ വാട്ടർ കണ്ടന്റിനെ കുറിച്ച്, കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, ഫുഡിൽ യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സിനെ കുറിച്ച്, അങ്ങനെ അതുപോലെ ഫുഡിന്റെ കംപ്ലീറ്റ് അനാലിസിസ്, അതിന്റെ പ്രിസർവേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടാവുന്നത്. സോ ബ്ലോക്ക് 1 വരുന്നത് MVP 001, ബ്ലോക്ക് 1 and 2. ബ്ലോക്ക് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ്, യൂണിറ്റ് 1 ഫുഡ് ബേസിക്സ്, യൂണിറ്റ് 2 ഫുഡ് ഫ്രം പ്ലാന്റ് സോഴ്സസ്, യൂണിറ്റ് 3 ഫുഡ് ഓഫ് ആനിമൽ ഒറിജിൻ, യൂണിറ്റ് 4 അതർ ഫുഡ്സ്. അതായത് കംപ്ലീറ്റ് ഒരു ഫുഡിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ആ ഒരു ബ്ലോക്കിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുഡ് സയൻസിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണത്. ഫുഡിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ദെൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാന്റ് സോഴ്സസ് നിന്ന് ഏതൊക്കെ ഫുഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ദെൻ ആനിമൽസ് നിന്ന് ഏതൊക്കെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ വേറെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, നാച്ചുറോസ്യൂട്ടിക്കൽസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതിനെ കുറിച്ചെല്ലാം ഉള്ള ഒരു സ്റ്റഡി ആയിരിക്കും നമുക്ക് ബ്ലോക്ക് 1 വരുന്നുണ്ടാവുക. ബ്ലോക്ക് 2 വരുമ്പം ഫുഡ് കെമിസ്ട്രി ആണ്, അതായത് ഫുഡിലുള്ള കെമിസ്ട്രി. അതിനകത്ത് വരുന്ന യൂണിറ്റ്സ് വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ദെൻ യൂണിറ്റ് 10 ഫുഡ് അഡിക്റ്റീവ്സ്. റാൻഡം ആയിക്കാണ്ട് ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചോ ഏതെങ്കിലും പ്രോട്ടീൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിൻസിനെ കുറിച്ചോ പഠിക്കുന്നതിന് പകരം ഫുഡിലുള്ള വാട്ടർ കണ്ടന്റിനെ കുറിച്ച്, ഫുഡിലുള്ള വാട്ടർ കണ്ടന്റിന്റെ എഫക്ട് എങ്ങനെയൊക്കെ ആയിരിക്കും, അത് സ്പോയിലേജിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ഫുഡിനകത്തുള്ള ഓരോ ഫുഡിൽ നിന്ന് നമുക്ക് എത്ര എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടുന്നത്. സോ ഒരു ന്യൂട്രീഷണൽ ഡയറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ഫുഡും കൺസ്യൂം ചെയ്യുമ്പോൾ, അതുപോലെ ഓരോ ഫുഡിൽ നിന്നും എത്ര പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്, ഓരോ ഫുഡിലും അടങ്ങിയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെയായിരിക്കും, ഓരോ ഫുഡിലുള്ള ലിപ്പിഡ്സിനെ കുറിച്ച്, അതിന്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ വൈറ്റമിൻസിനെ കുറിച്ച്, മിനറൽസിനെ കുറിച്ച്, ഫൈനലി ഫുഡ് അഡിക്റ്റീവ്സിനെ കുറിച്ച്. അത് ആക്ച്വലി ഏകദേശം ഒരു കൊമേഴ്ഷ്യൽ പാർട്ടിലോട്ട് എത്തി ഫുഡ് അഡിക്റ്റീവ്സ് ആവുമ്പോൾ. കാരണം എന്താണ്, ഇപ്പൊ ഒരുപാട് അഡിക്റ്റീവ്സ് സ്വീറ്റ്നസ് ആയിട്ട്, പ്രിസർവേറ്റീവ് ഏജന്റ് ആയിട്ട്, അതുപോലെ എന്താ പറയാ ഒന്നും കൂടെ ലുക്കിംഗ് പ്രസന്റേഷൻ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അഡിക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. അതിനെല്ലാം ഒരു സയന്റിഫിക് വേ ഉണ്ട്, ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. അത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് മേ ബി ഹസാർഡസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെ കുറിച്ച്, ആ ഒരു ഫുഡ് അഡിക്റ്റീവ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 2 ഡീൽ ചെയ്യാനുണ്ടാവുക. ബ്ലോക്ക് 3 വരുമ്പോൾ ഫുഡ് അനാലിസിസ് ആണ്, യൂണിറ്റ് 11 സാമ്പിളിംഗ് ടെക്നിക്സ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, യൂണിറ്റ് 12 physical and chemical analysis of food, unit 13 instrumentation in food analysis, unit 14 sensory evaluation of food products. അതായത് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഫുഡ് ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഇറ്റ്സെൽഫ് ആ ഒരു കംപ്ലീറ്റ് ഫുഡൊന്നും കൊണ്ടുപോകില്ല, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് അതിനെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യണം. അതായത് അതിനെ നമ്മൾ കുറച്ച് കെമിക്കൽസ് ആയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ അതിനകത്ത് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ, അതായത് ആ ഒരു ഫുഡിനെ നമ്മളൊരു എന്താ പറയാ കെമിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിൾ ആക്കിയിട്ട് എങ്ങനെ മാറ്റാം, അതിനെ കുറിച്ച് ഡീൽ ചെയ്യാനുണ്ട്. അതുപോലെ ഓരോ ഫുഡിലുള്ള ഫിസിക്കൽ അനാലിസിസും കെമിക്കൽ അനാലിസിസും. ഫിസിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും അതിന്റെ അപ്പിയറൻസ്, ടെക്സ്ചർ, സ്മെല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. കെമിക്കൽ അനാലിസിസ് ആകുമ്പോൾ ഒന്നും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ, എന്തെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടോ, ടോക്സിക് എഫക്ട് എന്തെങ്കിലും ഉണ്ടാക്കുമോ, അങ്ങനെ ഒന്നും കൂടെ കെമിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യും. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫുഡ് അനാലിസിസ്, ഫൈനലി സെൻസറി ഇവാലുവേഷൻ ഓഫ്
ഫുഡ് പ്രൊഡക്ട്സ്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ ഫുഡ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രിസർവേഷൻ ആൻഡ് പ്രോസസിംഗ്, യൂണിറ്റ് 16 ഫുഡ് പാക്കേജിംഗ്, യൂണിറ്റ് 17 വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിംഗ്. ഇൻട്രൊഡക്ഷൻ, അതായത് ആ ഒരു പ്രിസർവേഷനും പ്രോസസിംഗിനും ഒക്കെ ഉള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇനീഷ്യലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ഫുഡ് പാക്കേജിങ്ങിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ഉണ്ട്, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്സിനെ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ ബേക്ക്ഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രൈഡ് ഐറ്റംസ് പാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഓരോ ഐറ്റംസിനും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടാകും. അതിനെ കുറിച്ചാണ് ഫുഡ് പാക്കേജിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള വേസ്റ്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ എൻവറോൺമെന്റ്സിനൊന്നും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വരാതെ രീതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആ കാര്യം നമ്മൾ ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യാം. അത്രയായിരിക്കും നമുക്ക് MVP 001 കവർ ചെയ്യാനുണ്ടാവുക. ഇനി MVP 002 വരുമ്പോൾ ഫുഡ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതും ഒരു 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. 4 ബ്ലോക്ക് തന്നെയാണ് നമുക്ക് ഈ പേപ്പറിൽ കവർ ചെയ്യാനുള്ളത്. ടോട്ടൽ 16 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇത് ഒന്നും കൂടെ മീൻസ് ഈ ഒരു പേപ്പറിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്, അതായത് സംതിങ് റിലേറ്റഡ് ടു ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പൊ PFA, FSSA, കോഡെക്സ്, WTO, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലോസ്, വോളണ്ടറി സ്റ്റാൻഡേർഡ്സ്, AG മാർക്ക്, BIS പോലുള്ള വോളണ്ടറി സ്റ്റാൻഡേർഡ്സ്, ലാബലിംഗ്, ഇങ്ങനത്തെ കുറിച്ചായിരിക്കും നമുക്ക് ഇതിനകത്ത് ഡീൽ ചെയ്യാനുള്ളത്. സോ MVP 002 സിലബസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഇന്ത്യൻ ഫുഡ് റെഗുലേറ്ററി റീജിയൻ, യൂണിറ്റ് 1 പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് റൂൾസ്, യൂണിറ്റ് 2 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്, യൂണിറ്റ് 3 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, യൂണിറ്റ് 4 എസെൻഷ്യൽ കോമോഡിറ്റീസ്. അതായത് ഇതിനകത്ത് കംപ്ലീറ്റ് കുറച്ച് സെറ്റ് ഓഫ് റൂൾസിനെ കുറിച്ചും ലോനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അതായത് ഇപ്പം നമ്മൾ ഓരോ സ്റ്റേജിലും ഇപ്പൊ കൊമേഴ്ഷ്യലി നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ പ്രോസസ്സ് മുതൽ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ആ ഒരു ലൈസൻസ് എടുക്കുന്നത് മുതൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മീൻസ് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്യണമല്ലോ. ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ആ കാര്യങ്ങളാണ് MVP 002 ബ്ലോക്ക് 1 കവർ ചെയ്യുക. ബ്ലോക്ക് 2 എത്തുമ്പോൾ ഗ്ലോബൽ സിനാറിയോ. ബ്ലോക്ക് 1 മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 2 ഗ്ലോബലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂണിറ്റ് 5 കോഡെക്സ് എലിമെന്റാരിയസ് കമ്മീഷൻ, യൂണിറ്റ് 6 WTO ഇംപ്ലിക്കേഷൻസ്, യൂണിറ്റ് 7 അതർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസും സെറ്റ് ഓഫ് ലോസും ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഒരു മിനിമം ക്വാളിറ്റിയും മീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, ബ്ലോക്ക് 3 എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് റെഗുലേഷൻസ്, യൂണിറ്റ് 8 FTDR ആക്ട് 1992 ആൻഡ് ഫോറിൻ ട്രേഡ് പോളിസി, യൂണിറ്റ് 9 എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് 1963, യൂണിറ്റ് 10 എക്സ്പോർട്ട് regulations and promotion bodies, unit 11 plant and animal quarantine, unit 12 customs act and import control regulation. അതായത് ഒരു പ്രൊഡക്റ്റിന് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഒരു ഫുഡ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇതിനെ നമ്മൾ ഗ്ലോബലി മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ലോസ് നമ്മൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ബ്ലോക്ക് 3 ഓവറോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ബ്ലോക്ക് 4 വരുമ്പം അതർ ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, യൂണിറ്റ് 13 അതർ ലോസ് റിലേറ്റഡ് to food products, unit 14 voluntary national standards, unit 15 national agencies international standards, unit 16 food labeling. മെയിൻ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോസും അതിന്റെ സ്റ്റാൻഡേർഡ്സും, അതായത് BIS AG മാർക്ക്. ഇപ്പൊ നമുക്കൊരു ഫുഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു പാക്കേജ്ഡ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്ന് റൂൾ ഉണ്ട് അല്ലെ. സോ അതിനകത്ത് വരുന്ന അതിന്റെ BIS എത്രയാണ്, AG മാർക്ക് എങ്ങനെയാ വരുന്നത്, അതുപോലെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നിന്റെയും കലോറി വാല്യൂ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഫുഡ് ലാബലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 4 നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇനി MVP 003 പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതും ഒരു 4 ക്രെഡിറ്റ് തിയറി പേപ്പർ ആണ്. 4 ബ്ലോക്ക് ആണ് വരുന്നത്. 15 യൂണിറ്റ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓവറോൾ ഈ ഒരു ബ്ലോക്ക് എയിം ചെയ്യുന്നത്
ഫുഡ് സേഫ്റ്റിയെ കുറിച്ചാണ്. എങ്ങനെ നമുക്കൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, റിസ്ക് അനാലിസിസ് എങ്ങനെയൊക്കെ കുറക്കണം, അതിൽ വരുന്ന ഒരു പാർട്ടാണ് HACCയും GMP GHP പോലുള്ള ഗുഡ് പ്രാക്ടീസസ്. ആ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡീൽ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് MVP 003 ബ്ലോക്ക് 1 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി. യൂണിറ്റ് 2 ഫുഡ് സേഫ്റ്റി സിസ്റ്റംസ്. യൂണിറ്റ് 3 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. യൂണിറ്റ് 4 പ്രോജക്ട് മാനേജ്മെന്റ്. ഓവറോൾ ഒരു കംപ്ലീറ്റ് ഫുഡിന്റെ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ആ ഒരു സേഫ് ആയിട്ട് ആ ഒരു ഫുഡിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇനി ബ്ലോക്ക് 2 റിസ്ക് അനാലിസിസ് ആണ്. അതായത് യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു റിസ്ക് അനാലിസിസ്. യൂണിറ്റ് 6 റിസ്ക് മാനേജ്മെന്റ്. യൂണിറ്റ് 7 റിസ്ക് അസസ്മെന്റ്. ഓക്കെ, സോ അതായത് ഇതിനകത്ത് ഓരോ ഫുഡ് കൊണ്ടും നമുക്ക് ഉണ്ടായേക്കാവുന്ന റിസ്കുകളും ആ ഒരു റിസ്കിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, ആ ഒരു റിസ്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു റിസ്കിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 2 ഡീൽ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പം HACCP, ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് HACCP. യൂണിറ്റ് 10 HACCP പ്രീറിക്വസൈറ്റ്സ് ആൻഡ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ്. യൂണിറ്റ് 11 പ്രിൻസിപ്പിൾസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് HACCP. യൂണിറ്റ് 12 കേസ് സ്റ്റഡീസ് ഓഫ് HACCP. കംപ്ലീറ്റ് നമുക്ക് HACCP കുറിച്ചാണ് പറയാനുള്ളത്. അതിന്റെ ഒരു ഹിസ്റ്ററി മുതൽ സ്റ്റാർട്ട് ചെയ്ത് റീസെന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി വരെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് 3 കവർ ചെയ്യും. ഓക്കെ, ഗുഡ് ഹൈജീൻ പ്രാക്ടീസസിനെ കുറിച്ച്, നമുക്ക് ഒരു ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് ഫോളോ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, അതിന്റെയൊക്കെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 3 ഡീൽ ചെയ്യുന്നത്. ബ്ലോക്ക് 4 വരുമ്പം അതർ ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ്. യൂണിറ്റ് 13 GAP, ഗുഡ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് GMP. യൂണിറ്റ് 14 ഗുഡ് റീറ്റെയിൽ പ്രാക്ടീസസ്, GTP ആൻഡ് ന്യൂട്രീഷണൽ ലാബലിംഗ്. യൂണിറ്റ് 15 ട്രേസബിലിറ്റി സ്റ്റഡീസ്. അതായത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇപ്പം പൊതുവെ എന്താണ് നമ്മളിപ്പോ ആനിമൽസ് എന്നെല്ലാം എന്താണ് എടുക്കുന്ന ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും, ആ ഫുഡ് സ്പോയിലേജ് ആയി ചീത്തായി പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോലെ റീറ്റെയിൽ പ്രാക്ടീസസ്, ഗുഡ് റീറ്റെയിൽ പ്രാക്ടീസസിനെ കുറിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 4 ഡീൽ ചെയ്യാനുള്ളത്. ഇനി MVP 004 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഇതും ഒരു 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. 5 ബ്ലോക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ഈ 5 ബ്ലോക്കിൽ നമ്മൾ 19 യൂണിറ്റ്സ് കവർ ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ലോസ് ആണ്. ISO സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റിംഗ്, അക്രഡിറ്റേഷൻ, ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ്, റീറ്റെയിൽ സ്റ്റാൻഡേർഡ്സ്, അങ്ങനത്തെ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു സം ലോസ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റംസ് ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ബ്ലോക്ക് 1 മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് ഓഡിറ്റിംഗ്. യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സിസ്റ്റം, ഓഡിറ്റിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ. സോ എന്താണ് ആ ഒരു കംപ്ലീറ്റ്, അതായത് ഒരു ഫുഡിന്റെ ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യാനും ആ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനെ ആരാണ് ഓതറൈസ് ചെയ്തിട്ട്, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ എന്താ പറയാ ഒരു പ്രോപ്പർ ആയിട്ട് അവിടെ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ ഒരു ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 ISO 9001 2000. ഇതിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും യൂണിറ്റ് 4 വരുന്നത്. ISO 9001 2000 ആ ഒരു ലോഡ് ഓവർവ്യൂ ആണ് വരിക. അതിന്റെ സ്ട്രക്ചർ, ക്ലോസ് വൈസ് ഇന്റർപ്രിട്ടേഷൻ, ദെൻ ഫൈനലി കേസ് സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് 2 കവർ ചെയ്യും. ബ്ലോക്ക് 3 ISO 22000 2005 ഈ ഒരു ലോഡ് ഓവർവ്യൂ, സ്ട്രക്ചർ, ക്ലോസ് വൈസ് ഇന്റർപ്രിട്ടേഷൻസ്, കേസ് സ്റ്റഡീസ്, കംപ്ലീറ്റ് ഈ 2 ബ്ലോക്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യാനുണ്ടാവുന്നത്. ഇനി MVP 004 ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 5ഉം. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ഓവർവ്യൂ ആൻഡ് റിക്വയർമെന്റ്സ്, ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ, ഫുഡ് ടെസ്റ്റിംഗ് ലാബ്, ബയോളജിക്കൽ, ജനറൽ ടോപ്പിക്സ് റിലേറ്റഡ് ടു ഫുഡ് ടെസ്റ്റിംഗിനുള്ള ഫിസിക്കൽ ടെസ്റ്റിങ്ങിനും കെമിക്കൽ ടെസ്റ്റിങ്ങിനും വേണ്ട ലാബിന് വേണ്ട മീൻസ് മിനിമം എന്താ പറയാ സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയായിരിക്കണം, ബയോളജിക്കൽ ലാബിന് വേണ്ട അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയായിരിക്കണം, പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇവിടെ പഠിക്കും. ബ്ലോക്ക് 5 റീറ്റെയിലർ സ്റ്റാൻഡേർഡ്സ് ആണ്. യൂണിറ്റ് 16 BRC ഫുഡ് ആൻഡ് BRC IOP സ്റ്റാൻഡേർഡ്സ്. യൂണിറ്റ് 17 ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്. യൂണിറ്റ് 18 XQF
100, SQF 1000 and SQF 2000, യൂണിറ്റ് 19 ഗ്ലോബൽ ഗ്യാപ്പ് ആൻഡ് ഇന്ത്യ ഗ്യാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 5 ഡീൽ ചെയ്യാനുള്ളത്. ഇനി MVP I001 ഫുഡ് മൈക്രോബയോളജി, ഇതൊരു ഇന്റഗ്രേറ്റഡ് പേപ്പർ ആണ്. അതായത് സെയിം പേപ്പർ തന്നെ തിയറിയും പ്രാക്ടിക്കലും നമുക്ക് വരുന്നുണ്ട്. 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ് പ്ലസ് പ്രാക്ടിക്കൽ പേപ്പർ ആണ്. 2 ബ്ലോക്ക് ആണ് വരുന്നത്. 2 ബ്ലോക്ക് ഇതിനകത്ത് നമുക്ക് 12 എക്സ്പെരിമെന്റ്സും കൂടെ കവർ ചെയ്യാനുണ്ട്. ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് മൈക്രോബയോളജി, ഫുഡ് കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ്, ഫുഡ് ബോൺ ഡിസീസസ്, ബെനിഫിഷ്യൽ റോൾസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഫസ്റ്റ് ഫുഡ് മൈക്രോബയോളജിയിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരും. ദെൻ എന്തുകൊണ്ട് ഫുഡ് കണ്ടാമിനേറ്റഡ് ആവുന്ന, സ്പോയിൽ ആവുന്ന, അതിനെ കുറിച്ച് പഠിക്കും. ഫുഡിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന ഡിസീസസിനെ കുറിച്ച് പഠിക്കും. മൈക്രോ ഓർഗാനിസംസിന്റെ, അതായത് നമുക്ക് കുറച്ച് ഹെൽത്ത് വൈസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. യൂണിറ്റ് ബ്ലോക്ക് 2 അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്, ജനറൽ ടെക്നിക്സ്, സ്ക്രീനിങ് ആൻഡ് എന്യൂമറേഷൻ ഓഫ് സ്പോയിലേജ് മൈക്രോബ്സ്, ഡിറ്റക്ഷൻ ഓഫ് പാത്തോജൻസ്, റാപ്പിഡ് ഡിറ്റക്ഷൻ ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 2 ഡീൽ ചെയ്യാനുണ്ടാവുക. ഇനി MVP I001 നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് പേപ്പർ ആണ്. സോ അതിനൊരു പ്രാക്ടിക്കൽ മാനുവലും വരുന്നുണ്ട്. ആ പ്രാക്ടിക്കലിൽ നമുക്ക് പഠിക്കാനുള്ള എക്സ്പെരിമെന്റ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് മൈക്രോബയോളജി, lab practices, cleaning and methods of sterilization, cultivation and subculturing of microbes, staining techniques, standard plate count method, direct microscopic examination of foods, enumeration of fungi, yeast and mold, assessment of air, surface impingement, surface sterilization, swab and rinse, detection of coliforms, MPN, confirmer test and membrane filter technique, interpretation of microbiological data. Okay. പിന്നെ ഇതിനകത്ത് MVP I001 ഇന്റഗ്രേറ്റഡ് പേപ്പർ ആണ്. അപ്പൊ ഇതിനകത്ത് എക്സ്പെരിമെന്റ്സ് ഒരുപാട് എക്സ്പെരിമെന്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എക്സ്പെരിമെന്റ്സ് ഒന്നും നമുക്ക് എക്സാമിന് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള 1, 2, 3 എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നമുക്ക് എക്സാംസിന് ഉണ്ടാവുന്നത്. 001 കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ കോഴ്സ് ആണത്. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഡിറ്റിംഗ് 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, പ്രാക്ടിക്കൽ ആണ്. 1 to 20 എക്സ്പെരിമെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 20 എക്സ്പെരിമെന്റ് നമുക്ക് എക്സാമിന് വരുന്ന എക്സ്പെരിമെന്റ് അല്ല. ഇതിനകത്ത് നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ലാബിലെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ച് അവരുടെ അന്നത്തെ തീരുമാനത്തിനനുസരിച്ച് അവർ എക്സ്പെരിമെന്റ് മീൻസ് അന്നത്തെ തീരുമാനം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ഒരിക്കലും എന്തില്ല എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് വെക്കൂല. അതിന്റെ 1 or 2 ദിവസം മുന്നേ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെഷൻസ് എല്ലാം ഉണ്ടാകും. ഈ കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള 1 or 2 എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. സോ വിസിറ്റ് ടു ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, GHP and GMP in food factory, developing process flow, decision trees, ISO 22000, developing FSMS, application of ISO 9001 model, food laws, metrics preparation, ISO 17025, requirement for 9001 2200, audit planning, audit checklist, document review, auditing, mock audit exercise, post audit activities. 3 experiments ആണ് വരുന്നത്. ഇനി MVP L002 chemical analysis and quality assurance. ഇതിനകത്ത് വരുന്നത് specific gravity of oils and fats, titer value of oils and fat, colors of oils and fat, iodine and saponification value, acetyl and hydroxyl value, allyl isothiocyanate in mustard oil, Ricard Miesi and Polinsky value, peroxide value, sodium chloride in butter, gluten content in wheat flour, sorbic acid in food, atomic absorption spectroscopy, cholesterol and vitamin A in ghee, sensory evaluation, judging of milk. ഇത്രയും എക്സ്പെരിമെന്റ്സ് ആണ് MVP L002 നമുക്ക് കവർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഇനി MVP പ്രൊജക്ട് വർക്ക് 001 പ്രൊജക്ട് വർക്കിനെ കുറിച്ചാണ്. നമ്മുടെ 8 ക്രെഡിറ്റ് പേപ്പർ ആണ് പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്നത്. 8 ക്രെഡിറ്റ് ആയതുകൊണ്ട് തന്നെ 120 hours നമ്മൾ നമ്മുടെ ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷന്റെ 120 hours നമ്മൾ മാറ്റി വെക്കേണ്ടത് പ്രൊജക്റ്റിനായിട്ടാണ്. സോ പ്രൊജക്ട് എന്താണ്? നമുക്ക് തിയറി ആയിട്ട് ചെയ്യാനുള്ളതല്ല, തിയറി ആയിട്ട് പഠിക്കാനുള്ളതല്ല,
ഉള്ളതല്ല, ബട്ട് ഒരു ആക്ഷൻ ഓറിയന്റഡ് ടൈപ്പ് ആണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ ഈ 120 ഹവേഴ്സിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. ഇനീഷ്യൽ ഫസ്റ്റിലെ 32 ഹവേഴ്സ് നമുക്ക് ടോപ്പിക്കിന് വേണ്ടിയിട്ടും ടോപ്പിക് സെലക്ഷന് വേണ്ടിയിട്ടും ഒരു ടോപ്പിക് എടുത്ത് അതിന്റെ പ്രൊപ്പോസൽ സ്റ്റേജ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ 32 ഹവേഴ്സ് യൂസ് ചെയ്യാം. ദെൻ പിന്നീട് കിട്ടുന്ന 56 ഹവേഴ്സ് നമ്മൾ ഫീൽഡ് വർക്കിനും ഡാറ്റ കളക്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ വരുന്ന 32 ഹവേഴ്സ് അനാലിസിസിനും റിപ്പോർട്ട് പ്രസന്റേഷനും റിപ്പോർട്ട് പ്രിപ്പറേഷനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റിവെക്കാം. സോ ഈ ടോട്ടൽ 120 ഹവേഴ്സിനെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമ്മുടെ പ്രൊജക്ട് വർക്ക് എന്താവും, നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് മാറും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ഇയറിലെ കംപ്ലീറ്റ് തിയറി പേപ്പേഴ്സിനെയും പ്രാക്ടിക്കൽസിനെയും പ്രൊജക്ടിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അസൈൻമെന്റ്സ് എന്താണ്, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിനെ പോലെ തന്നെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്സും. നമ്മുടെ ഫൈനൽ മാർക്കിന്റെ ഒരു മേജർ പാർട്ട് ആയിരിക്കും നമ്മുടെ അസൈൻമെന്റ്സിന്റെ സ്കോർ എന്നുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ തിയറി എക്സാംസിന്റെ ഒരു 2-3 മാസം മുന്നേ ആയിരിക്കും നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻസ് വരുന്നുണ്ടാവുക. സോ നമ്മൾ അസൈൻമെന്റിന് പ്രിപ്പയർ ചെയ്യുക വഴി നമ്മൾ എന്താണ്, നമ്മുടെ എക്സാമിനും കൂടെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് സ്റ്റഡി സെന്ററിൽ പോയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ആ ഒരു ഡേറ്റ് എല്ലാം തെറ്റിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിഷൻ മിസ്സായി പോയാൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്പിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അസൈൻമെന്റ്സ് എല്ലാം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് ഏകദേശം ഈ ഒരു മോഡൽ ആയിരിക്കും. ഇതിനകത്ത് നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്നതിന്റെ മുന്നേ നമുക്ക് വാലിഡ് ആയിട്ടുള്ള വാലിഡിറ്റി ഡേറ്റ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണെന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് എന്നാണോ എക്സാം വരുന്നത് ആ ഒരു രീതിയിലാണ് വാലിഡിറ്റി ഡേറ്റ് നമ്മുടെ വാലിഡിറ്റി ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അസൈൻമെന്റ്സ് എഴുതുക. അസൈൻമെന്റ്സ് നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓവറോൾ സിലബസിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതായത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഇനി എങ്ങനെയൊക്കെ നമ്മൾ ഇത് പഠിച്ചെടുക്കണം, എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം, ഹൗ, ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കും നമ്മുടെ എക്സാം റെഡിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് കിട്ടുന്നുണ്ടാവുക, റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിട്ടായിരിക്കും. അത് കൂടാതെ നമ്മൾ ലൈവ് സെഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. ഒരു ബ്ലോക്കിനായിരിക്കും നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ലൈവ് സെഷൻസ് എല്ലാം പ്രോപ്പർലി എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ലൈവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഡൗട്ട് ക്ലിയറൻസ് ആണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ലൈവ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവുക എന്നൊരു കാര്യമാണ് ലൈവ് സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ്, അതായത് നമ്മുടെ ഹെൽപ്പ് ബുക്ക് HB എന്ന് പറയുന്നത് തന്നെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. അതെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് എല്ലാം ഷോർട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി, ഫ്ലോ ചാർട്ട് ആക്കി, ഡയഗ്രാംസ് ഒക്കെ ആക്കി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. സോ അത് എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ദെൻ എക്സാം സ്പെഷ്യൽ ഗൈഡ്, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് കുറച്ചധികം നാൾക്ക് ശേഷം എന്ത് ചെയ്തായിരിക്കും, MSc എല്ലാം ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇനീഷ്യലി ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആൻസർ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും മേ ബി നമ്മളത് പഠിച്ചു പോയ ടോപ്പിക് ആണെങ്കിലും അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു ആൻസറിലോട്ട് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് റെഫർ ചെയ്താൽ മാറിക്കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. സോ അതൊക്കെ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. വൺസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് റിലീസ് ചെയ്യും. ആ ഒരു ഗൈഡ് ബുക്ക് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും അത് അതേപോലെ കോപ്പി അടിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അസൈൻമെന്റിന്റെ പർപ്പസ് ഒന്നും തന്നെ കിട്ടൂല. അതൊരു റെഫറൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ദെൻ നമ്മൾ എക്സാം ആവുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് എവിടേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, എവിടുന്നൊക്കെ നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, എവിടുന്നെല്ലാം ഷോർട്ട് എസ്സേ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ദെൻ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഇഗ്നോയുടെ എക്സാം എങ്ങനെയാണോ നടക്കുന്നത് ആ സെയിം പാറ്റേണിൽ വെർച്വലി നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. ദെൻ ടേം ആൻഡ് എക്സാമിനേഷൻ ആവുന്ന സമയത്ത് നമുക്ക് TEE ഹെൽപ്പ് ഡെസ്ക്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു TEE ഹെൽപ്പ്
ഹെൽപ്പ് ഡെസ്ക് തന്നെ അവൈലബിൾ ആണ്. ദെൻ ഇത് കൂടാതെ ഓൾറെഡി നമ്മുടെ ആപ്പിനകത്ത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസിന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം സമയം കിട്ടുന്നതനുസരിച്ച് അതൊക്കെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. വെൽബീയിങ് സപ്പോർട്ട് സിസ്റ്റത്തെ യൂസ് ചെയ്യുക. കരിയർ ഡെവലപ്മെന്റ് ഇനി ഫർദർ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം എന്ന ആ ഒരു പോയിന്റിൽ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് ടീമുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്താൽ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാറിക്കിട്ടും. ഓക്കെ, സോ നമ്മൾ ഓവറോൾ നമ്മളിപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സെഷന്റെ ഓവറോൾ കീ ടേക്ക് അവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കോഴ്സിന്റെ MSc FSQM മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന പ്രോഗ്രാമിന്റെ തിയറി സെഷനെ കുറിച്ചും പ്രാക്ടിക്കൽ സെഷൻസിനെ കുറിച്ചും പ്രൊജക്ടിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഓരോന്നിനെയും കുറിച്ച് നമ്മുടെ തിയറി പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് ഏതൊക്കെ ബ്ലോക്കിൽ എങ്ങനത്തെ യൂണിറ്റുകളാണ് വരുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ 45% എന്താണ്, ലാബ് വർക്കും ഫീൽഡ് വർക്കും ആണ് വരുന്നത്. 8 ക്രെഡിറ്റ് ആണ് നമ്മുടെ പ്രൊജക്ടിന് വരുന്നത്. അതായത് നമ്മുടെ സ്റ്റഡി ഹവേഴ്സിന്റെ ടോട്ടൽ സ്റ്റഡി ഹവേഴ്സിന്റെ 120 ഹവർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ടും പ്രൊജക്റ്റിലാണ്. അതായത് നമ്മൾ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താവും എന്നൊരു കാര്യത്തിൽ ഒരു റിയൽ വേൾഡ് സെറ്റിങ്ങിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് വർക്ക് ചെയ്യാൻ പോവുമായിരിക്കും. ദെൻ അപ്പം അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചാണ്. ഇതെല്ലാം എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ജേർണി എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കാം. ഓക്കെ, ഫൈനലി ഇനി പറയാനുള്ളത്, ഓൾറെഡി നമ്മുടെ ന്യൂ ഹൊറൈസൺ ഫോം നിങ്ങളായിട്ട് ഷെയർഡ് ആണ്, വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ സെഷൻ എൻഡ് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യുക, ആ ഒരു ന്യൂ ഹൊറൈസൺ പ്രൊഫൈൽ ഫോം, ന്യൂ ഹൊറൈസൺ ഫോം എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫില്ല് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും അത് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ദെൻ ഫൈനലി ഇനി നമ്മുടെ നെക്സ്റ്റ് സെഷനെ കുറിച്ചൊരു ഔട്ട്ലൈൻ തരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ റാപ്പപ്പ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും ഒരുപാട് ഗെയിംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1 മന്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അല്ലെ, ഇനിയും കുറച്ച് സെഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫെബ്രുവരി 28 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. സോ ഇതിനകത്ത് ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു റാപ്പപ്പ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അന്നേരം പ്രസന്റ് ചെയ്യും, നമ്മുടെ റാപ്പപ്പ് സെഷനിൽ പ്രസന്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് നോട്ട്സ്, നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നമ്മുടെ റാപ്പപ്പ് സെഷനിൽ. ഈ 24 28 ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ റാപ്പപ്പ് സെഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ സിലബസ് ഡീകോഡിങ്, ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് തന്നെയാണ്. സോ നമ്മുടെ സെഷൻ എന്താണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഷെജിയ മാം നിങ്ങൾക്ക് കോഴ്സ് കോഡിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഈ നിങ്ങളുടെ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് അംജിത മാമും നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ സെഷനകത്ത് ജോയിൻ ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ലേണേഴ്സിനും അതുപോലെ തന്നെ ഈ സെഷൻ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ഷെജിയ മാമിനും അംജിത മാമിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. സോ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റാപ്പപ്പ് സെഷനിൽ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. അതുവരേക്കും ഓക്കെ, ബൈ. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.